ഹലോ, വെൽക്കം ബാക്ക്. കല്ലൂർക്കാരൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ LDF സ്ഥാനാർത്ഥി, നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി 46-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ഷാഹിദയാണ് നമ്മുടെ അടുത്ത സ്ഥാനാർത്ഥി. അവരിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജനപിന്തുണ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി വഴിമുക്ക് 46-ാം വാർഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ വാർഡിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സർക്കാർ നടപ്പിലാക്കുന്ന ഏത് കാര്യവും എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ നല്ല രീതിയിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൗൺസിലറായി വന്നാലും ഇത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നാടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ നല്ല രീതിയിൽ മുൻ കൗൺസിലർമാർ ചെയ്തതുപോലെ ഞാനും നടപ്പാക്കി. അതായത് നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, നമ്മുടെ നാട് അനുസരിച്ച്, നമ്മുടെ വാർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഒരു കൗൺസിലറിന്റെ ഒരു പദവി. അപ്പോൾ ഈ നാടറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുകയാണോ? അതാണ് ചോദിച്ചത്. നാടറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുമോ? അതായത് നമ്മൾ ഓരോരുത്തർ നമ്മളെ വീടിന്റെ മുന്നിൽ വരാതെ നമ്മൾ അങ്ങോട്ട് പോയി അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായും ഞാൻ നല്ല രീതിയിൽ നാടറിഞ്ഞ് തന്നെ എല്ലാ പ്രവർത്തികളും. കൗൺസിലർ എന്ന നിലയ്ക്ക് ഈ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി 46-ാം വാർഡ്, നമ്മുടെ വാർഡിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ 100% പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതോ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നിങ്ങൾ അതിൽ സംതൃപ്തരാണോ? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം വഴിമുക്ക് വാർഡിന്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർത്തീകരണത്തിനായി ഇനി ബാലൻസ് ഉള്ളത് ലാങ്കാലുള്ള അംഗൻവാടിക്ക് 5 സെന്റ് വസ്തുവിൽ കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് MLA ഫണ്ടാണ്. ഒരു 1-1.5-2 മാസങ്ങൾക്കകത്ത് ആ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കും. നഗരസഭ നടപ്പിലാക്കിയ എല്ലാ പ്രവർത്തനങ്ങളും, ഒരു വാർഡിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഈ കൗൺസിൽ കാലാവധി പൂർത്തീകരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാമല്ലോ, പച്ചിക്കോട് അംഗൻവാടിയുടെ മുകളിൽ നമ്മളിപ്പോൾ ഒരു ഹോള് പടും. ആ ഹോള് ഇപ്പൊ SIRന്റെ ഏറ്റവും വലിയ ഹെൽപ്പ് ഡെസ്കായി അത് പ്രവർത്തിക്കുകയാണ്. വരും കാലങ്ങളിൽ ADS കമ്മിറ്റി കൂടാനും അതുപോലുള്ള വാക്സിനേഷൻ സൗകര്യം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങൾക്കും അത് ഉപകാരപ്പെടും. അതുപോലെ പച്ചിക്കോട് അംഗൻവാടി ഇപ്പോൾ സ്മാർട്ട് അംഗൻവാടിയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും, അത് റോഡിന്റെ കാര്യത്തിൽ, ലൈറ്റിന്റെ കാര്യത്തിൽ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ, ലൈഫ് ഭവന പദ്ധതി പ്രകാരം എഗ്രിമെന്റ് വെച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും പൂർണ്ണമായും ആ തുക കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം ശ്യാമല